ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2023 ഒരു കൊറിയൻ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ ഐ ആം ഹിയർ എന്ന് പറഞ്ഞൊരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഒരു കൊലയാളിയുടെ ലെങ്സും ഹാർട്ടും രണ്ടുപേരുടെ ശരീരത്തിലായിട്ട് വെക്കുകയാണ്. അതിലൊരാളൊരു പോലീസുകാരനും ഒരാൾ സാധാരണ ഒരു പയ്യനും. പക്ഷെ ഇവിടെയാണ് പ്രശ്നം ആരംഭിക്കുന്നത്. അതിനുശേഷം ഈ സ്റ്റോറിയിൽ എന്താണ് സംഭവിക്കുന്നത് എന്നാണ് നമ്മൾ ഇന്ന് ഈ മൂവിയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ ഇനി സ്റ്റോറിയെ പറ്റി കൂടുതലായിട്ടും വേറെ ഒന്നും പറയുന്നില്ല. ഇത്ര മാത്രം നിങ്ങൾ അറിഞ്ഞാൽ മതി. ബാക്കിയുള്ളത് നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കുക. അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. കൂടാതെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. പിന്നെ ആ ഹൈപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു സപ്പോർട്ടായിരിക്കും. അപ്പോൾ അധികം താമസിക്കാതെ നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോവാം. ഈ കഥയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ഒരു റെസ്റ്റോറൻറ്റിൽ നടന്നൊരു സംഭവമാണ്. അതിന്റെ CCTV ഫൂട്ടേജ്. അവിടെ 4 പയ്യന്മാരുണ്ട്. അവർ 4 പേരും റോക്ക് പേപ്പർ സിസർ ഉണ്ടല്ലോ, ആ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ അതിൽ 3 പേര് മാത്രം കളിക്കുമ്പോൾ അതിൽ കളിക്കാതിരുന്ന ഒരു പയ്യൻ മാത്രം പെട്ടെന്ന് അടുത്തൊരു കത്തി എടുത്തിട്ട് ആ കൂട്ടത്തിലുള്ള ഒരു പയ്യനെ പിടിച്ച് അവന്റെ വയറിലേക്ക് ഒരു ഒറ്റ കുത്ത്. അപ്പൊ ഈ ഒരു CCTV ഫൂട്ടേജ് ഒരു ഡിക്റ്റേറ്റീവ് ആ കത്തി കൊണ്ട് കുത്തിയ ഒരു പയ്യനുണ്ടല്ലോ അവന്റെ അച്ഛന് കാണിച്ചു കൊടുക്കാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഈ മൂവിയിലെ ഹീറോ. കൂടാതെ നമ്മുടെ ഹീറോയുടെ കൂടെ തന്നെ ഒരു അസിസ്റ്റന്റും ഉണ്ട്. അസിസ്റ്റന്റിനെ നമുക്ക് ജോ എന്ന് വിളിക്കാം. ഇപ്പോൾ ഹീറോ ആ ഒരു അച്ഛനോട് ചോദിക്കും, ഇത് നിങ്ങളുടെ മകൻ തന്നെയല്ലേ? ആ അച്ഛൻ അതേന്ന് പറഞ്ഞിങ്ങനെ തലയാട്ടും. ഇപ്പോൾ നിങ്ങൾ കണ്ട ആ ഒരു വീഡിയോയില് കിമ്മിന്റെ കൂടെ ഉള്ളത് അവന്റെ കൂടെ പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യുന്ന സുഹൃത്തുക്കളാണെന്ന് പറയുമ്പോൾ ഈ കത്തി കൊണ്ട് കുത്തിയ പയ്യന്റെ പേരാണ് കിം. കിമ്മിന്റെ അച്ഛൻ അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്ത്, അവൻ പാർട്ട് ടൈം ജോബിന് പോകുന്നു? അപ്പോഴേക്കും നമ്മുടെ ഹീറോയ്ക്ക് ഒരു ഫോൺ കോൾ വരുന്നു. ഇതുപോലെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ ഒരു പയ്യനുണ്ടല്ലോ, കുത്തു വാങ്ങിയ ആ പയ്യന് ജീവന് വേറെ കുഴപ്പമൊന്നുമില്ല, പക്ഷേ കുറച്ച് സീരിയസ് ആയിട്ടുള്ള കണ്ടീഷനിലാണ് കിടക്കുന്നതെന്ന് പറയും. അപ്പോൾ ജോ പെട്ടെന്ന് ആ ഒരു അച്ഛനോട് പറയും, നിങ്ങളുടെ മകൻ വന്നാലുടനെ തന്നെ പോലീസിൽ വന്ന് സറണ്ടർ ആവാൻ പറയണം എന്ന് പറയുമ്പോൾ ആ അച്ഛൻ പറയും, അതെ എന്തായാലും ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരുവാണ്. പക്ഷേ രണ്ടുപേരും വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയിട്ട് കാറിലേക്ക് വന്നിരിക്കുമ്പോൾ അവർക്ക് എന്തോ ഒരു സംശയമുണ്ട്. കാരണം ആ ഒരു അച്ഛന്റെ മുഖത്ത് എന്തൊക്കെയോ ടെൻഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ജോ പറയും, നമുക്ക് കാറ് അവർ കാണാത്ത രീതിയിലൊന്ന് ഒളിപ്പിച്ചിടാം എന്നും പറഞ്ഞ് ഈ വീടിനടുത്ത് നിന്ന് കുറച്ച് മാറി അവർ കിടക്കാണ്. അങ്ങനെ കാറിലിരിക്കുമ്പോൾ ജോ ഒരു മരുന്നെടുത്ത് ഹീറോയുടെ കയ്യിൽ കൊടുത്തിട്ട് ഇത് കഴിക്കാൻ പറയുമ്പോൾ ഹീറോ പറയും, ഞാൻ പിന്നീട് കഴിക്കാന്ന് പറയുമ്പോൾ ജോ പെട്ടെന്ന് ഇല്ല ഇപ്പൊ കഴിച്ചേ മതിയാവുള്ളെന്നും പറഞ്ഞ് ആ മരുന്ന് നിർബന്ധിച്ച് കൊടുക്കുന്നു. അപ്പൊ ഇവര് രണ്ടുപേരും സംശയിച്ചത് ശരി തന്നെയാണ്. കിമ്മിനെ വീടിനകത്ത് തന്നെയാണ് അവന്റെ അച്ഛൻ ഒളിപ്പിച്ച് വെച്ചിട്ടുള്ളത്. എന്നിട്ട് ഇപ്പോൾ കിമ്മിന്റെ അടുത്തേക്ക് വന്നിട്ട് പറയും, മോനെ നീ അറിഞ്ഞുകൊണ്ടല്ലേ ഈ ഒരു തെറ്റ് ചെയ്തത് എന്നെനിക്ക് നല്ലതുപോലെ അറിയാം. കാരണം നീ പ്രാണികളെ കണ്ടാൽ തന്നെ പേടിക്കുന്ന ഒരാളാണ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ചെറിയ പ്രാണീനെ കണ്ടാൽ തന്നെ പേടിക്കുന്ന ഇവനെങ്ങനെ ഒരാളെ കുത്തണം, അത് നമുക്ക് ഇപ്പോഴും അറിയത്തില്ല. അതുകൊണ്ട് തന്റെ പയ്യൻ ഇങ്ങനൊരു കാര്യം ചെയ്യുമെന്ന് ആ അച്ഛൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് പോലീസിനെ പിടികൊടുക്കാതെ എത്രയും ഇവിടുന്ന് രക്ഷപ്പെട്ട് പോകുന്നു പറഞ്ഞിട്ട് വീടിന്റെ പിറകിലേക്ക് കിമ്മിനെ കൊണ്ടുവന്ന് അവന് പറഞ്ഞു വിടാനായിട്ട് വരുമ്പോഴത്തേക്കും പുറകിൽ ഒളിച്ചിരുന്ന നമ്മുടെ ഹീറോയും ജോയും രണ്ടുപേരും ഇവരെ കണ്ടുകൂടി അടുത്തേക്ക് വരുമ്പോൾ ഇവർ ഇതുവരെ പോയില്ലേ എന്ന് പറഞ്ഞ ആ ഒരു അച്ഛൻ നമ്മുടെ ഹീറോയെ തടഞ്ഞു വയ്ക്കും. അപ്പോൾ ജോ ആണെങ്കിലോ കിമ്മിന്റെ പിറകെ പോയിട്ട് അവനെ പിടിച്ച് താഴേക്കിട്ട് വിലങ്ങ് വെക്കാനായിട്ട് വരുമ്പോൾ കിം ജോയെ അടിച്ചു കളഞ്ഞ് അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോവാണ്. അപ്പോൾ ഹീറോ ആണെങ്കിലോ കിമ്മിന്റെ പിറകെ ഓടി വന്നിട്ട് ഇപ്പൊ ഇവര് രണ്ടുപേരും ഒരു നല്ല ചേസിങ് കഴിഞ്ഞിട്ട് അവസാനം രണ്ടുപേരും ഫൈറ്റ് ചെയ്യുന്നു. അതിനിടയിൽ കിം ഹീറോയുടെ നെഞ്ചിലേക്ക് ഒരു ഇടിയിടിക്കുന്നതും ഹീറോയുടെ ബോധം പോയിട്ട് അവൻ നേരെ താഴേക്കൊന്ന് വീഴാണ്. ഇപ്പൊ കിം അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകുന്ന ഈ ഗ്യാപ്പിൽ ജോ ഓടി ഹീറോയുടെ അടുത്തേക്ക് വന്നിട്ട്, സാർ നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ റിട്ടയർ ആവാനായിട്ട്, ഇപ്പൊ ഈ അവസ്ഥ ഒന്നെന്നും പറഞ്ഞ് ഹീറോയെ നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ്. അങ്ങനെ അവിടെ നിന്ന് നേരെ ഹീറോയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്കും ഹീറോയുടെ നെഞ്ചിൽ എന്തോ ഓപ്പറേഷൻ ചെയ്തൊരു പാടുണ്ട്. അതെന്താണെന്ന് ഡോക്ടർ ജോയോട് ചോദിക്കുമ്പോഴാണ് ജോ പറയുന്നത്, 5 വർഷങ്ങൾക്ക് മുന്നേ ഹീറോയ്ക്ക് ഇതുപോലെ ലെങ്സ് ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ശരീരഭാഗങ്ങളെല്ലാം ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോഴത്തേക്കും അതിന്റെ കോർഡിനേറ്റർ ആയിട്ട് ഒരാളുണ്ടാവും. അവർക്ക് മാത്രമേ ഈ ഒരു പേഷ്യന്റിന് ഓർഗൻ കൊടുത്ത ഡോണർ ആരാണ്, അവരുടെ ഡീറ്റെയിൽസ് എന്താണ് എന്നുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ കഴിയത്തുള്ളൂ. കൂടാതെ അവരുടെ ഓർഗന്റെ കണ്ടീഷൻ ഇപ്പോൾ എങ്ങനെയാണെന്നും അവർക്ക് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് ആ ഒരു ട്രാൻസ്പ്ലാന്റ് കോർഡിനേറ്റർ ഉണ്ടല്ലോ, ആ ഒരു ലേഡിക്ക് ജോ ഹീറോയുടെ കണ്ടീഷൻ എന്താണെന്ന് പറഞ്ഞു കൊടുക്കുന്നതും അടുത്ത സീനിൽ തന്നെ അവര് ഹീറോയെ കാണാനായിട്ട് വരികയാണ്. അപ്പൊ ഈ സ്ത്രീയുടെ പേര് ഷിൻ എന്നാണ്. ഇപ്പൊ ഷിൻ നേരെ ജോയുടെ അടുത്തേക്ക് വന്നിട്ട്, ഹേയ് ജോ എന്തിനാ ഹീറോയെ ഇതുപോലെ ജോലിക്കെല്ലാം പറഞ്ഞു വിടുന്നത്, സ്ട്രെയിൻ എടുക്കരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുള്ളതല്ലേ എന്ന് പറഞ്ഞ് ജോയോട് ദേഷ്യപ്പെടുമ്പോഴത്തേക്കും ജോ പറയും, ഇല്ല സാറിന്റെ പൾസ് ഇപ്പോൾ ഓക്കെയാണ്, നോർമലായിട്ടുള്ള അവസ്ഥയാണെന്ന് പറയുന്നതും ഷിൻ പറയും, ഓക്കെ ഇനി ഓഫീസിലുള്ള ഡെസ്ക് വർക്കെല്ലാം ചെയ്യാൻ പറയും, അല്ലാതെ വെളിയിലിറങ്ങിയിട്ട് ടയർഡ് ആവുന്ന രീതിയിൽ ഒരു ജോലിയും ചെയ്യേണ്ടെന്ന് പറയും. ഇതേ സമയം മറ്റൊരിടത്ത് കാണിക്കുമ്പോൾ കിം മറ്റൊരു ഹോസ്പിറ്റലിൽ നിന്നും വെളിയിലേക്ക് പോകുന്നത് CCTVയിൽ റെക്കോർഡ് ആവുന്നുണ്ട്. അതുപോലെ അവൻ വെളിയിൽ ഇറങ്ങിയതിനു ശേഷം മറ്റൊരു ടാക്സി വിളിച്ച് ആ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവനും ഒരു മരുന്നെടുത്ത് കഴിക്കുകയാണ്. ഇത് കണ്ട ആ ഒരു ടാക്സി ഡ്രൈവർ ഒരു അപ്പൂപ്പനാണ്. അപ്പൂപ്പൻ പെട്ടെന്ന് കിമ്മിനോട് ചോദിക്കും, നിങ്ങളെപ്പോലെയുള്ള ചെറുപ്പക്കാർക്ക് ഇപ്പോൾ മരുന്ന് കഴിക്കാനുള്ള അസുഖം എന്താണ്, നല്ലതുപോലെ ആരോഗ്യം നോക്കിക്കൂടെ
എന്നെല്ലാം പറഞ്ഞിട്ട് അവനെ ഉപദേശിക്കുമ്പോൾ കിമ്മിനാണെങ്കിൽ ഇത് കേട്ടിട്ട് നല്ല ദേഷ്യം വരുന്നുണ്ട്. ഇത് കണ്ട ടാക്സി ഡ്രൈവർ ഒന്നും മിണ്ടാതെ തന്നെ വണ്ടി ഓടിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ അപ്പൂവന് പണി കിട്ടും. അങ്ങനെ ഒരുപാട് നേരത്തെ യാത്ര കഴിഞ്ഞിട്ട് കിം ഒരു സൂപ്പർ മാർക്കറ്റിന്റെ മുന്നിലേക്ക് വണ്ടി നിർത്തുന്നു. എന്നിട്ട് അതിനകത്ത് വർക്ക് ചെയ്യുന്ന ഒരു ലേഡിയെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും ദൂരം സഞ്ചരിച്ച് ഇവിടേക്ക് വരണമെന്നുണ്ടെങ്കിൽ ആ ലേഡി എന്തായാലും അവന് വേണ്ടപ്പെട്ട ഒരാളായിരിക്കണം. അങ്ങനെ ആ സീൻ കട്ട് ചെയ്തിട്ട് ഇവിടെ ഹീറോയെ കാണിക്കുമ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് കുറച്ച് ഭേദമാവുമ്പോൾ തന്നെ ഹീറോ പുറത്തേക്ക് വരുന്നു. കാരണം അവന്റെ ജോലിയാണ് പ്രധാനം. എന്നിട്ട് ജോയോട് ചോദിക്കുന്നുണ്ട്, അല്ല കിമ്മിന് എന്ത് സംഭവിച്ചെന്ന് ചോദിക്കുമ്പോൾ, സാർ നിങ്ങളെ അവൻ അടിച്ചപ്പോൾ നിങ്ങൾക്ക് ഈ അവസ്ഥ, അപ്പൊ അടികൊണ്ട് അവൻ എന്തായിരിക്കും, പാതി തന്നെ അവൻ മരിച്ചു കാണും. അതുമല്ല ഇവിടെ നിന്ന് 5 കിലോമീറ്റർ ചുറ്റളവില്ലേ, അവൻ ഏതൊക്കെ ഹോസ്പിറ്റലിൽ വന്നാലും അവനെ പിടിക്കാനായിട്ട് ഫോട്ടോസ് ഞാൻ അയച്ചിട്ടുണ്ട്, അതുകൊണ്ട് പേടിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അത് കഴിഞ്ഞ അടുത്ത സീനില് കിമ്മിന്റെ 2 സുഹൃത്തുക്കളുണ്ടല്ലോ, അവരെ രണ്ടുപേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് ഇപ്പൊ അവരോട് കാര്യങ്ങളൊക്കെ ചോദിക്കാണ്. കാരണം കിം ഒരു തന്നെ കത്തി കൊണ്ട് കുത്തുമ്പോഴത്തേക്കും അവന്റെ കൂടെ ഉണ്ടായിരുന്നത് ഇവർ രണ്ടുപേരാണ്. അല്ല എന്താ അവിടെ സംഭവിച്ചത്, അവൻ എന്തുകൊണ്ടാണ് നിങ്ങളെ ആക്രമിക്കാൻ കാരണമെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, സാർ അത്രയും പാവപ്പെട്ട ഒരുത്തനാണ് കിം, അവൻ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു കാര്യം ചെയ്തതെന്ന് ഞങ്ങൾക്ക് പോലും മനസ്സിലാവുന്നില്ല. ഓക്കെ, കിമ്മിനെ അറിയാവുന്ന വേറെ ആരെങ്കിലും അറിയുമെന്ന് ചോദിക്കുമ്പോൾ കിമ്മിന് ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ട്, അവളൊരു സൂപ്പർ മാർക്കറ്റിലാണ് ജോലി ചെയ്യുന്നത് എന്നുള്ള കാര്യം ഇവർ രണ്ടുപേരും പറയുന്നതും ഇപ്പൊ ഈ കാര്യം മനസ്സിലാക്കിയ ജോയും ഹീറോയും സംഭവം നടന്ന അന്ന് അവന്റെ ഗേൾ ഫ്രണ്ടിനെ പറ്റിയും ഇവർ 3 പേരും കാഷ്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. അന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് കിമ്മിന് ദേഷ്യം വന്നിട്ട് അവൻ കത്തിയെടുത്ത് കൂടുതലുള്ള ഒരുത്തനെ കൊത്തിയത്. അപ്പോൾ ഹീറോ ഇവരോട് ചോദിക്കും, ശരി അന്ന് നിങ്ങൾ എന്തുകൊണ്ടാ റോക്ക് പേപ്പർ സിസർ കളിച്ചത്? അപ്പോൾ ഇവർ പറയും, സാർ ഞങ്ങൾ അന്ന് ആഹാരം വാങ്ങിയിരുന്നു, അതിന് കാശ് കൊടുക്കുന്നത് ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഗെയിം ഞങ്ങൾ കളിച്ചത്. ഓക്കെ സാർ, എല്ലാ കാര്യങ്ങളും അറിഞ്ഞില്ലേ, ഞങ്ങൾ പോയിക്കോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ജോ പറയും, ഇപ്പോൾ പോയിക്കോ, വിളിക്കുമ്പോൾ എപ്പോഴാണെങ്കിലും വരണമെന്ന് പറഞ്ഞ് അവരെ പറഞ്ഞു വിടുന്നു. അപ്പോഴാണ് നമ്മുടെ ജോയെ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് വിളിക്കുന്നത്, ഇതുപോലെ കിമ്മിനെ അവർക്ക് കിട്ടിയെന്ന് പറഞ്ഞിട്ട്. അപ്പോഴാണ് ജോയോട് മറ്റൊരു കാര്യം കൂടി പറയുന്നത്, കിമ്മിനും ഒരു ശസ്ത്രക്രിയ ചെയ്തിട്ടുണ്ട്, എന്താണെന്ന് വെച്ചാൽ അവന്റെ ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. ഈ കാര്യം മനസ്സിലാക്കുന്നതും ഹീറോയും ഷോക്കാവും. എന്താന്ന് വെച്ചാൽ ഹീറോയ്ക്ക് ആ ലെങ്സ് ട്രാൻസ്പ്ലാന്റ് ചെയ്തേക്കാണല്ലോ. അപ്പോൾ ഹീറോയുടെ കണ്ടീഷൻ അറിയാതെയാണ് ഹീറോയെ കിം അറ്റാക്ക് ചെയ്തത്. അതേപോലെ തന്നെ കിമ്മിന്റെ കണ്ടീഷൻ അറിയാതെയാണ് ഹീറോ കിമ്മിനെ അറ്റാക്ക് ചെയ്തത്. ഇത് കാരണം രണ്ടുപേർക്കും ഒന്നും സംഭവിക്കാത്തത് തന്നെ ഏറ്റവും വലിയ കാര്യം. അങ്ങനെ കിമ്മിനും ട്രാൻസ്പ്ലാന്റ് നടത്തിയിട്ടുണ്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടിയിട്ട് അത് കൺഫേം ചെയ്യാൻ വേണ്ടി ഷിന്നിനോടും അതേ ഹോസ്പിറ്റലിലേക്ക് വരാൻ പറഞ്ഞ് ഇവര് രണ്ടുപേരും ഹോസ്പിറ്റലിലേക്ക് വരും. അപ്പോൾ ഈ ഹോസ്പിറ്റലിലുള്ള ഈ ഡോക്ടറാണ് നമ്മുടെ ജോയെ വിളിച്ച ആ ഒരു കാര്യം പറഞ്ഞത്. ഇപ്പോൾ ഷിൻ വന്നിട്ട് കിമ്മിന്റെ കണ്ടീഷൻ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ കിമ്മിന്റെ ചെസ്റ്റിലെ ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുള്ള ആ ഒരു തഴമ്പുണ്ടായിരുന്നു. അത് വെച്ചിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇപ്പോൾ കിമ്മിന് ഞങ്ങൾ കുറച്ച് ടെസ്റ്റുകളൊക്കെ എടുത്തു നോക്കിയിരുന്നു, അത് വെച്ചിട്ട് അവൻ എന്തായാലും ട്രീറ്റ്മെന്റ് ആവശ്യമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഷിന്നിനെ നേരെ അവന്റെ ബെഡിനടുത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അവിടെ കിമ്മിനെ കാണാനില്ല. ട്രിപ്പ് ഇട്ടിട്ട് പോയ ആ ഒരു ഗ്യാപ്പിൽ കിം രക്ഷപ്പെട്ട് പോയെന്ന് തോന്നുന്നു. ഒരുപക്ഷെ ബാത്റൂമിലുണ്ടാവും എന്ന് പറഞ്ഞ ആ ഒരു ഡോക്ടർ ബാത്റൂമിലേക്ക് പോകുമ്പോൾ ഇവിടെ നമ്മുടെ ഹീറോയും ജോയും ഹോസ്പിറ്റലിലേക്ക് വന്നു. അതുമല്ല കിം ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പോയെന്നുള്ള കാര്യവും ഇവർ രണ്ടുപേരും മനസ്സിലാക്കിയിട്ട് ആ ഒരു CCTV ഫുട്ടേജ് എല്ലാം പരിശോധിക്കുമ്പോൾ കിം രക്ഷപ്പെട്ടു പോയ ആ ഒരു കാര്യം ഇവരെ രണ്ടുപേരും കാണും. ഇപ്പൊ ഇതേ ഫുട്ടേജ് നമ്മുടെ ഷിന്നും കണ്ടിട്ട് അവൾ പറയുന്നുണ്ട്, ഇതേ പയ്യന് തന്നെയാണ് 5 വർഷങ്ങൾക്ക് മുന്നേ ഹാർട്ടും ട്രാൻസ്പ്ലാന്റ് ചെയ്തത്. അവന് കിട്ടിയ ഈ പുതിയ ജീവിതം അവൻ ഇതുപോലെ വേസ്റ്റ് ചെയ്യാണല്ലോ എന്ന് ഷിൻ പറയുന്നുണ്ട്. കാരണം ഇപ്പോൾ അവനെ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഹീറോ പറയും, കിം ഇപ്പോൾ ഫിസിക്കലായിട്ടും മെന്റലായിട്ടും നല്ലതായിട്ടിരിക്കുകയാണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്തേ മതിയാവൂ. കാരണം ഇനി അവൻ ആരെങ്കിലും അറ്റാക്ക് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്, അത് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ അവനെ തടഞ്ഞേ മതിയാവൂ എന്ന് ഹീറോ പറയുമ്പോഴത്തേക്കും ഷിൻ പറയും, ഒരുപക്ഷെ അവന്റെ ബോഡി പുതിയ ഹാർട്ട് അക്സെപ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവൻ ഉടനെ തന്നെ ട്രീറ്റ്മെന്റ് ആവശ്യമാണ്, അതുകൊണ്ട് അവനെ കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ട്. അതുപോലെ ഷിൻ തന്നെയാണ് കിമ്മുമായിട്ടും ആ ഒരു കോണ്ടാക്റ്റിലുള്ളത്, അവന്റെ ഹെൽത്ത് കണ്ടീഷൻ ഓക്കെ ആണോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അവൻ ഷിന്നിനെ വിളിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അങ്ങനെ നിങ്ങളെ വിളിക്കുവാണെങ്കിൽ ഉടനെ തന്നെ ഞങ്ങളെ അറിയിക്കണമെന്ന് പറഞ്ഞിട്ട് ഹീറോയും ജോയും അവിടെ നിന്ന് വെളിയിലേക്ക് പോകുന്നു. അപ്പോഴാണ് പിറകിൽ വന്ന ഷിൻ പെട്ടെന്ന് ഹീറോയെ വിളിച്ചിട്ട്, അല്ല സാർ നിങ്ങൾക്ക് കോങ്ങിനെ അറിയോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോ പെട്ടെന്ന് തിരിഞ്ഞ്, അല്ല കോങ്ങിനെ നിങ്ങൾക്ക് എങ്ങനെ അറിയാന്ന് ചോദിക്കുന്നതും ഷിൻ പറയും, കോങ് ആണ് കിമ്മിന്റെ ഹാർട്ട് ഡോണർ എന്ന് പറയുമ്പോഴത്തേക്കും സാധാരണ ഈ ഒരു ഓർഗൻ ഡോണർ ചെയ്യുന്ന ആ ഒരു ആളുണ്ടല്ലോ, അയാളുടെ വിവരം അത് സ്വീകരിക്കുന്ന ആ ഒരാൾക്ക് ഒരിക്കലും പറഞ്ഞു കൊടുക്കത്തില്ല. അത് മറ്റാരോടും അങ്ങനെ അധികം പറഞ്ഞുകൂടാ. പക്ഷെ ഇപ്പോൾ നമ്മുടെ ഹീറോയെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഷിൻ ആ ഒരാളുടെ പേര് അവന് പറഞ്ഞു കൊടുക്കുന്നത്. അതുകൊണ്ട് കിമ്മിനെ കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് അവന് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ കഴിയത്തുള്ളൂ എന്ന് പറയുമ്പോൾ ഈ കോങ് എന്ന് പറഞ്ഞവൻ ആരാണ്, അവൻ എങ്ങനെയാണ് മരിച്ചത്, അവൻ മരിച്ചാൽ മാത്രമല്ലേ അവന്റെ ഹാർട്ട് കിമ്മിന് മാറ്റാൻ കഴിയത്തുള്ളൂ. അതൊക്കെ ഇനി മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഇവിടെയുള്ളൊരു ഒന്നൊന്നര ടെസ്റ്റ് എന്താണെന്നറിയോ, ഈ കോങ് എന്ന് പറഞ്ഞ കിമ്മിന് ആ ഒരു ഹാർട്ട് കൊടുത്ത അതേ ആളുടെ ലെങ്സ് ആണ് നമ്മുടെ ഹീറോ വെച്ചേക്കുന്നത്. എന്താന്ന് വെച്ചാൽ ഹീറോയ്ക്ക് ആ ഒരു ഓർഗൻ കൊടുത്ത ഡോണർ അതും കോങ് എന്ന് പറഞ്ഞ അവനാണ്. എന്താന്ന് വെച്ചാൽ കോങ് മരിച്ചതിന് ശേഷം അവന്റെ ഹാർട്ട് എടുത്ത് കിമ്മിനും കൊടുത്തു, ലെങ്സ് എടുത്ത് ഹീറോയ്ക്കും വെച്ചു. ഇപ്പോഴാണ് നമ്മുടെ ജോ പെട്ടെന്ന്, എന്ത് കോങ്ങിന്റെ ലെങ്സോ, ഒരു കൊലയാളിയുടെ ഓർഗൻ എടുത്ത് എങ്ങനെയാണ് നമ്മുടെ സാറിന് വെക്കാൻ കഴിയുന്നത്
എന്ന് ജോ ചോദിക്കുമ്പോഴത്തേക്കും ഇതിലൂടെ തന്നെ മനസ്സിലാക്കാം കോങ് എന്ന് പറഞ്ഞവൻ ഒരു കൊലയാളിയാണ്. അപ്പൊ ഇത് കേട്ട ഷിൻ പറയും, ആ ഒരു ലെങ്സ് നിങ്ങളെ സാറിന് വെച്ചില്ല എന്നുണ്ടെങ്കിൽ സാർ ഇപ്പോൾ ജീവനോടെ ഉണ്ടാവത്തില്ല. പിന്നെ ഈ ഡോണറായിട്ട് ഒരുപാട് പേരുണ്ടായിരുന്നു. പക്ഷെ കോങ്ങിന്റെ അമ്മ അവന്റെ ലെങ്സ് ഹീറോയ്ക്ക് തന്നെ വെക്കണമെന്ന് നിർബന്ധം പിടിച്ചതുകൊണ്ടാണ് അത് ഹീറോയ്ക്ക് തന്നെ വെച്ചു കൊടുത്തത് എന്നെല്ലാം ഷിൻ പറയുമ്പോഴത്തേക്കാണ് ഹീറോ ഒരു ഫ്ലാഷ് ബാക്ക് ആലോചിച്ച് നോക്കുന്നത്. കോങ് എന്ന് പറഞ്ഞ അവനുണ്ടല്ലോ, അവന്റെ മുകളിൽ കൊലപാതകം, അബ്യൂസ്, മോഷണം, ഇങ്ങനെ പലതരത്തിലുള്ള കേസുകളുണ്ട്. വലിയൊരു കുറ്റവാളിയാണ്. അങ്ങനെ കോങ്ങിനെ പിടിക്കാൻ വേണ്ടി ഹീറോയും ജോയും കോങ്ങിന്റെ അമ്മയുണ്ടല്ലോ അവരെ ഫോളോ ചെയ്യും. അങ്ങനെ ഫോളോ ചെയ്തിട്ട് അവസാനം ആ ഒരു അമ്മയോട് തന്നെ പറയും, ഇതുപോലെ കോങ് ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അമ്മ ഞങ്ങളെ സഹായിക്കണം, അവനെ പിടിച്ചേ മതിയാവുള്ളൂ എന്ന് പറയുമ്പോൾ ഈ അമ്മയ്ക്കും തന്റെ മകൻ ഇതുപോലൊരു കൊലയാളിയാണ് അല്ലെങ്കിൽ കുറ്റവാളിയാണെന്ന് അറിയുമ്പോൾ ആ അമ്മയും ഒരുപാട് വിഷമിക്കുന്നുണ്ട്. അതുകൊണ്ട് കോങ്ങിനെ പിടിച്ചു കൊടുക്കാൻ വേണ്ടി ആ ഒരു അമ്മയെ തയ്യാറാവുന്നു. എന്നിട്ട് ഇവരോട് പറയും, നിങ്ങൾ രാത്രിയിൽ വീട്ടിലേക്ക് വന്നാൽ മതി, എന്റെ മകൻ അവസാനമായിട്ടും ഞാൻ ഒരു തവണ കൂടി ആഹാരം കൊടുത്തിട്ട് നിങ്ങൾ അവനെ പിടിച്ചോണ്ട് പോയിക്കോ എന്ന് പറഞ്ഞിട്ട് ആ ഒരു അമ്മ വീട്ടിലേക്ക് പോകുന്നു. അതേപോലെ തന്നെ രാത്രിയാകുമ്പോഴത്തേക്കും ഹീറോ അവനെ പിടിക്കാൻ വേണ്ടി അവർ വീട്ടിലേക്ക് വരുന്നതും അവന്റെ അമ്മ അവൻ ആഹാരം കൊടുക്കാണ്. അപ്പോൾ കോങ് ഈ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് തന്നെ ഹീറോയും ജോയും അകത്തേക്ക് വരുന്നത് കണ്ടിട്ട് കോങ് പെട്ടെന്ന് വെളിയിലേക്ക് ഓടും. അങ്ങനെ കോങ്ങിന്റെ പിറകെ ഹീറോയും ജോയും കുറെ ദൂരം പോയിട്ട് അവസാനം ഒരിടത്ത് വെച്ചിട്ട് കോങ്ങിനെ പിടിച്ച് ഇവർ പരസ്പരം ഫൈറ്റ് ചെയ്യാണ്. അങ്ങനെ ഫൈറ്റ് ചെയ്യുന്നതിന്റെ ഇടയിൽ കോങ് തന്റെ കയ്യിലുള്ള കത്തിയെടുത്ത് ഹീറോയെ ഒരു ഒറ്റ കുത്ത്. ഇത് കണ്ട ജോ ആണെങ്കിലോ വേറെ വഴിയില്ലാതെ തന്റെ തോക്കെടുത്ത് കോങ്ങിനെ ഷൂട്ട് ചെയ്ത് കൊല്ലുകയും ചെയ്യുന്നു. അങ്ങനെ കുത്തുവാങ്ങിയ ഹീറോയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോഴത്തേക്കാണ് അവന്റെ ലെങ്സിന് ആപത്താണെന്നും അതുകൊണ്ട് അത് മാറ്റണമെന്നും പറയുന്നത്. അങ്ങനെയാണ് കോങ്ങിന്റെ ലെങ്സ് ഹീറോയ്ക്ക് വെച്ചത്. ഇതോടെ ആ ഒരു ഫ്ലാഷ് ബാക്ക് കഴിയുന്നതും ഇപ്പൊ കാണിക്കുമ്പോൾ ഹീറോ കോങ്ങിന്റെ വീട്ടിൽ വന്ന് അവന് സംഭവിച്ച കാര്യങ്ങളെല്ലാം ആലോചിച്ച് നോക്കാണ്. അതേസമയം ഇവിടെ ഷിന്നിനെ കാണിക്കുമ്പോൾ ഷിന്നാണെങ്കിലോ നമ്മുടെ അസിസ്റ്റന്റ് ആയിട്ടുള്ള ജോ ഉണ്ടല്ലോ അവൻ പറഞ്ഞ അതേ കാര്യം വീണ്ടും വീണ്ടും ആലോചിച്ച് നോക്കുന്നു. ഒരു കൊലയാളിയുടെ ഓർഗൻ എടുത്ത് എങ്ങനെ എന്റെ സാറിന് വെക്കാൻ കഴിയുമെന്ന്. അങ്ങനെ ഇത് ആലോചിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാല് ഒരു ഓർഗൻ ഡോണറിന്റെ പേഴ്സണാലിറ്റി ആ ഓർഗൻ സ്വീകരിക്കുന്ന ആൾക്കും കിട്ടോ ഇല്ലെന്നുള്ളൊരു സംശയം ഷിന്നിനുണ്ട്. അതറിയാൻ വേണ്ടി അവള് ഓൺലൈനിൽ സെർച്ച് ചെയ്ത് നോക്കുന്നു. അതേസമയം ഈ സീൻ കട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഹീറോയെയും അതേപോലെ തന്നെ ജോയിനെ കാണിക്കുമ്പോൾ രണ്ടുപേരും കാറിലിരിക്കുകയാണ്. കിമ്മിനെ ഇനി എങ്ങനെ പിടിക്കാനാണ്, പോലീസ് എല്ലായിടത്തും ഉണ്ടെന്ന് അവൻ അറിയാം, അതുകൊണ്ട് അവൻ ഫോൺ എന്തായാലും യൂസ് ചെയ്യത്തില്ല എന്ന് പറയുമ്പോൾ ഹീറോ പറയും അവൻ എന്തായാലും ഫോൺ ഉപയോഗിക്കും, അതെങ്ങനെ ചെയ്യണമെന്ന് എനിക്കറിയാം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ജോ ചോദിക്കും, സാർ നിങ്ങൾക്ക് രണ്ടുപേർക്കും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ടോ? അല്ല, ഒരേ ആളുടെ ഓർഗനാണല്ലോ രണ്ടുപേർക്കും വെച്ചിട്ടുള്ളത്, അതുകൊണ്ടാണ് ചോദിച്ചതെന്ന് പറയുമ്പോൾ കിമ്മിന്റെ അച്ഛൻ പെട്ടെന്ന് താഴേക്ക് ഇറങ്ങി വരികയാണ്. എന്നിട്ട് തന്റെ മകനെ രക്ഷപ്പെടാൻ സഹായിച്ചതുകൊണ്ട് തന്നെ അയാൾക്കും നല്ല വിഷമമുണ്ട്, അതുകൊണ്ട് ഇവരുടെ മുന്നിലിരുന്ന് കരയുന്നുണ്ട്. അതുപോലെ ഇവരോട് സോറിയും ചോദിക്കുന്നു. കിം ഇപ്പോഴും തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് ഈ അച്ഛനും വിശ്വസിക്കുന്നത്. കാരണം അവന് 18 വയസ്സുള്ളപ്പോഴാണ് ഈ ഒരു ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ഓപ്പറേഷൻ നടന്നത്. അതുപോലെ ജീവിതത്തിൽ ആദ്യമായിട്ട് 19ാമത്തെ വയസ്സിലാണ് അവൻ ഓടാൻ തന്നെ കഴിഞ്ഞത് എന്നെല്ലാം വളരെ ഫീലായിട്ട് ആ ഒരു അച്ഛൻ പറയുമ്പോഴത്തേക്കും ജോ പറയും, വെറുതെ ഓടുന്നെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ ഇപ്പോൾ തെറ്റ് ചെയ്തിട്ടാണ് അവൻ ഓടുന്നത്, അതുകൊണ്ട് നിങ്ങളെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, നിങ്ങളുടെ മകനാണ് എല്ലാ തെറ്റും ചെയ്തത് എന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും അവിടെ നിന്ന് പോകുന്നു. അതുപോലെ കിമ്മിന്റെ അച്ഛൻ ജോലി ചെയ്യുന്ന ആ ഒരു സ്ഥലത്ത് കൂടെ ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിലും കിമ്മിന്റെ അച്ഛൻ നല്ലതുപോലെ വിഷമിക്കുന്നത് കാണുന്നുണ്ട്. പക്ഷെ അയാള് പുറത്ത് അധികം ഒന്നും കാണിക്കാതെ എന്തൊക്കെയോ കാര്യങ്ങൾ ഒളിപ്പിക്കുന്നു. ഇപ്പൊ ഇവിടെ കിമ്മിനെ കാണിക്കുമ്പോൾ അവൻ അവന്റെ ഗേൾ ഫ്രണ്ടിനെ കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. ഒരു പബ്ലിക് ബൂത്തിൽ നിന്നും നമ്മൾ സ്ഥിരം കാണുന്ന ഒരു സ്ഥലത്തേക്ക് വരാനായിട്ട് അവൻ വിളിച്ച് പറയുന്നുണ്ട്. ഈ കോൾ കിട്ടുന്നത് ഗേൾ ഫ്രണ്ട് ആ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. എന്നിട്ട് അവള് കിമ്മിനെ കാണാനായിട്ട് പോകുമ്പോഴത്തേക്കും അവളെ ഫോളോ ചെയ്ത് 2 പോലീസുകാർ അവളുടെ പിറകെ പോകുന്നുണ്ട്. കുറേ ദൂരം പോകുമ്പോഴത്തേക്കാണ് അവൾക്ക് കാര്യം മനസ്സിലാവുന്നത് ഇത് പോലീസാണെന്ന്. അതുകൊണ്ട് പോലീസ് കാണാതെ അവള് പെട്ടെന്ന് അവിടെ നിന്ന് ഓടാൻ തുടങ്ങും. പോലീസുകാർ പുറകെ പോകുന്നുണ്ടെങ്കിലും ആ ഗേൾ ഫ്രണ്ടിനെ പിടിക്കാൻ കഴിയത്തില്ല, അവള് രക്ഷപ്പെട്ടു പോകും. അങ്ങനെ വേറെ ആരും കാണാതെ ഇവർ രണ്ടുപേരും ആ ഒരു ഗേൾ ഫ്രണ്ടും കിമ്മും കണ്ടുമുട്ടുകയാണ്. അതുമല്ല കിം ഒരാളെ കൊത്തുന്ന ആ ഒരു വീഡിയോ ഉണ്ടല്ലോ, ആ വീഡിയോ ഗേൾ ഫ്രണ്ട് കണ്ടിരുന്നു. ഇപ്പൊ ഗേൾ ഫ്രണ്ട് ചോദിക്കും, കിം നിനക്ക് എങ്ങനെയാ ഇത് കഴിഞ്ഞത്? ആ ഒരു വീഡിയോയില് നീ വേറൊരാളായിരുന്നു, അതെങ്ങനെയാ സംഭവിച്ചതെന്നല്ല ചോദിക്കുമ്പോൾ കിം അതിനെപ്പറ്റി കൂടുതലായിട്ടൊന്നും പറയത്തില്ല. പക്ഷേ അവന്റെ ഉള്ളിൽ വേറെ എന്തോ ഒരു പ്ലാൻ ഉള്ളതുപോലെ അവന്റെ മുഖം കാണുമ്പോഴത്തേക്കും നമുക്കത് മനസ്സിലാവും. എന്നിട്ട് അവളോട് യാത്ര പറഞ്ഞ് അവൻ വീണ്ടും വേറെ ഏതൊരു സ്ഥലത്തേക്ക് പോവാണ്. എന്താണെന്ന് കാണിക്കുമ്പോഴത്തേക്കും അന്ന് ഹീറോ അവന്റെ കൂടെ ഉണ്ടായിരുന്ന 2 പേരുണ്ടല്ലോ സുഹൃത്തുക്കള്, അവർ വിളിച്ച് ചോദ്യം ചെയ്തിരുന്നു. അതിലൊരുത്തിനെയാണ് കിം ഇപ്പോൾ ഫോളോ ചെയ്യുന്നത്. അങ്ങനെ അവനെ ഫോളോ ചെയ്ത് അവന്റെ വീട്ടിലേക്ക് ചെന്നിട്ട് ആ ഒരു ഫ്രണ്ടിനെ വീടിനകത്ത് കയറി നല്ലതുപോലെ അടിക്കുന്നുണ്ട്. അടിച്ച് താഴെക്കിടുമ്പോൾ ആ ഒരു ഫ്രണ്ട് പറയും, കിം സോറി, അന്ന് അറിയാതെ ഞാൻ അങ്ങനെ സംസാരിച്ചത്, നീ എന്നോട് ക്ഷമിക്കുന്നു പറയുമ്പോൾ കിം പറയും, ഈ കൊറിയൻ ഭാഷയിൽ എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരേ ഒരു വാക്ക് ക്ഷമിക്കണമെന്നുള്ളതാണ്, നിന്നോട് ഞാൻ ക്ഷമിക്കത്തില്ല എന്ന് പറഞ്ഞ് അവിടെയുള്ള ഒരു വയറെടുത്ത് അവന്റെ കഴുത്തിലേക്കിട്ട് ആ സുഹൃത്തിനെ അവിടെ വെച്ച് തന്നെ കഴുത്ത് ഞെരിച്ച് കൊല്ലുകയും ചെയ്യുന്നു. അപ്പൊ ഇതിനു മുന്നേ കത്തി കൊണ്ട് ആ ഒരു കുത്തു വാങ്ങിച്ച ഫ്രണ്ട് ഉണ്ടല്ലോ, അവനാണെങ്കിൽ ഇപ്പോഴും ഹോസ്പിറ്റലിൽ കിടക്കാണ്. അവൻ മരിച്ചിട്ടില്ല, പക്ഷേ 2ാമത്തെ സുഹൃത്തിനെ കിം ഇവിടെ വെച്ച് തന്നെ കൊല്ലുകയും ചെയ്തു. ഇനിയിപ്പോ കിം ഒരു സീരിയൽ കില്ലറായിട്ട് മാറാൻ ശ്രമിക്കുകയാണോ എന്തോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പോലീസ് ആ ഒരു ക്രൈം സീനിലേക്ക് വന്നു.
അതേ സ്ഥലത്ത് തന്നെ നമ്മുടെ ജോയും അതേപോലെ തന്നെ ഹീറോയും വരുന്നുണ്ട്. ഇപ്പൊ ഇവര് രണ്ടുപേരും ഇതെല്ലാം കണ്ടിട്ട് എന്തായാലും ഇത് ജോ തന്നെയായിരിക്കും ചെയ്തത്, കാരണം അവന്റെ സുഹൃത്താണല്ലോ. അങ്ങനെ രണ്ടുപേരും വെളിയിലേക്ക് വരുമ്പോൾ ജോ പറയുന്നുണ്ട്, അല്ല സൈലന്റ് ആയിട്ടുള്ള ഒരു പയ്യൻ ഇങ്ങനെ ക്രൂരനായിട്ടുള്ള ഒരു മനുഷ്യനായിട്ട് മാറിയത്, എന്തായാലും അവനെ തടഞ്ഞേ മതിയാവൂ. ഇനിയിപ്പോൾ അവന്റെ അടുത്ത ടാർഗറ്റ് ബാക്കിയുള്ളൊരു ഫ്രണ്ട് ഉണ്ടല്ലോ അവനായിരിക്കാം, അതുകൊണ്ട് അവനെങ്കിലും നമുക്ക് രക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് ഈ മൂന്നാമത്തെ ഫ്രണ്ടിനെ ഇവർ നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരും. അപ്പൊ ആ ഒരു ഫ്രണ്ട് പറയും, സാർ എനിക്കറിയാവുന്ന എല്ലാ കാര്യവും ഞാൻ അന്ന് തന്നെ പറഞ്ഞു, പിന്നെ എന്തിനാ എന്നെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നതെന്ന് ചോദിക്കുമ്പോൾ അവന്റെ രണ്ടാമത്തെ സുഹൃത്തുണ്ടല്ലോ അവൻ മരിച്ച കാര്യം ഈ ഒരുത്തൻ അറിഞ്ഞില്ലാന്ന് തോന്നുന്നു. ആ കാര്യം അവനോട് ജോ ഇപ്പോൾ പറഞ്ഞിട്ട്, ശരി ഇനിയെങ്കിലും എന്തെങ്കിലും സത്യങ്ങൾ നീ മറയ്ക്കുന്നുണ്ടെങ്കിൽ അതുടനെ തന്നെ പറയുന്നതായിരിക്കും നിനക്ക് നല്ലത് എന്ന് പറയുമ്പോഴത്തേക്കാണ് നടന്നത് എന്താണെന്നുള്ള കാര്യം ഇവൻ പറയുന്നത്. പാർട്ട് ടൈം ആയിട്ട് ഡെലിവറി ജോലി ചെയ്യുന്ന ഒരുപാട് പയ്യന്മാര് ആ ഏരിയയിലുണ്ട്. അതിലൊരു 10-20 പേര് മാസത്തിൽ ഒരു തവണയെങ്കിലും ഒരുമിച്ച് കൂടിയിട്ട് ഒരുമിച്ച് ഡ്രിങ്ക് ചെയ്യാറുണ്ട്. എന്നിട്ട് ഈ ഒരു ഗെയിമും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കളിക്കും. അങ്ങനെ ഒരു ദിവസമാണ് കിമ്മിനെയും ഞങ്ങൾ അവിടേക്ക് കൊണ്ടുപോയത്. പക്ഷെ അവന് മദ്യപിക്കാനൊന്നും താല്പര്യമില്ലാത്തത് കൊണ്ട് ഞങ്ങൾ അവനെ കളിയാക്കി. അപ്പോൾ ഇതിനു വേണ്ടിയിട്ടാണ് അവൻ ആ ഒരു കത്തിയെടുത്ത് നിങ്ങളെ കുത്തിയതെന്ന് ചോദിക്കുമ്പോൾ ആ ഫ്രണ്ട് പറയും, അതാണ് സാർ ഞങ്ങൾക്കും അറിയാത്തത്. അപ്പോൾ ഹീറോ ചോദിക്കും, ശരി അങ്ങനെയാണെങ്കിൽ നിങ്ങൾ റോക്ക് പേപ്പർ സിസർ ആ ഗെയിം കളിച്ചത് എന്താണെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, സാർ അന്നേ ഞങ്ങൾ ഇതിനുള്ള മറുപടി പറഞ്ഞതാണ്, കാശ് ആരാണ് കൊടുക്കേണ്ടത് അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആ ഒരു ഗെയിം കളിച്ചത് എന്നാ ഒരു ഫ്രണ്ട് പറയുമ്പോഴത്തേക്കും ഹീറോയ്ക്ക് ഈ ഒരു മറുപടി കേട്ടിട്ട് അത്ര തൃപ്തിയായിട്ട് തോന്നില്ല. എന്നിട്ട് ഹീറോ പറയും, ഇനിയിപ്പോൾ നീ പറയാൻ തയ്യാറല്ലാന്നുണ്ടെങ്കിൽ അടുത്തത് പോകാൻ പോകുന്നത് നിന്റെ ജീവനായിരിക്കും എന്ന് പറയുമ്പോൾ ആ ഫ്രണ്ട് പറയും, സാർ എൻ്റെ ജീവൻ നോക്കാനായിട്ട് എനിക്കറിയാം, എനിക്ക് ആരുടെ പ്രൊട്ടക്ഷൻ ഒന്നും വേണ്ട. നിങ്ങളിപ്പോൾ പിടിച്ചിരുത്തിയ ഈ ഒരു മണിക്കൂറുകൾ കൊണ്ട് എനിക്കൊരു 4-5 ഡെലിവറി ചെയ്തിട്ട് കുറച്ച് പണമെങ്കിലും ഉണ്ടാക്കാമായിരുന്നു, വെറുതെ സമയം വേസ്റ്റായെന്നും പറഞ്ഞിട്ട് ആ ഫ്രണ്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു. അപ്പോൾ ഹീറോയ്ക്ക് അറിയാം ഇവൻ എന്തൊക്കെയോ സത്യങ്ങൾ വീണ്ടും മറയ്ക്കുന്നുണ്ടെന്ന്. എന്തായാലും ഇവനെ പിടിച്ചു വെച്ചിട്ടും കാര്യമില്ല. അങ്ങനെ ഈ ഫ്രണ്ട് വീണ്ടും ഡെലിവറി ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ നല്ല അഹങ്കാരത്തോടെ തന്നെ ഒരു ഹോട്ടലിൽ എന്തോ ഡെലിവറി ചെയ്യാനായിട്ട് പോകുന്നതും അത് കഴിഞ്ഞ് അവൻ നേരെ അവിടെയുള്ള ബാത്റൂമിനകത്തേക്ക് കയറും. പക്ഷെ അവിടെ ഒളിച്ചു നിന്ന് നമ്മുടെ കിം ഉണ്ടല്ലോ അവൻ ഈ ഫ്രണ്ടിനെ വലിച്ചെടുത്ത് അകത്തേക്ക് കൊണ്ടുപോയിട്ട് അവിടെ വെച്ച് അടിക്കുന്നു. അവിടെയാണ് അന്നത്തെ ദിവസം എന്താണ് സംഭവിച്ചതെന്ന് യഥാർത്ഥ സത്യം ഉണ്ടല്ലോ അത് നമുക്ക് മനസ്സിലാവുന്നത്. എന്തിനാണ് ഈ 3 സുഹൃത്തുക്കളെയും അവൻ കൊല്ലാൻ ശ്രമിക്കുന്നത്? സത്യത്തിൽ അന്നത്തെ ദിവസം ഇവരെല്ലാവരും ഒരുമിച്ചിരിക്കുമ്പോഴത്തേക്കും കിമ്മിന്റെ ഗേൾ ഫ്രണ്ട് ഉണ്ടല്ലോ അവളെ പറ്റി ഈ 3 സുഹൃത്തുക്കളും വളരെ മോശമായിട്ട് സംസാരിച്ച് അവസാനം അവളെ റേപ്പ് ചെയ്യണമെന്ന് വരെ പറയും. അതിൽ ആരാണ് ആദ്യം റേപ്പ് ചെയ്യാൻ പോകുന്നത് എന്ന് വോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് റോക്ക് പേപ്പർ സിസർ എന്ന് പറഞ്ഞ ആ ഒരു ഗെയിം തന്നെ അവർ കളിക്കുന്നത്. ഇപ്പൊ തന്റെ ഗേൾ ഫ്രണ്ടിനെ പറ്റി അങ്ങനെ പറഞ്ഞിട്ട് അതിൽ സെലക്ട് ആവുന്നതോ കിം ആദ്യം കത്തിക്ക് കുത്തോലോ അവനാണ്. അത് പറഞ്ഞ് അവൻ കിമ്മിനെ കളിയാക്കുമ്പോഴത്തേക്കാണ് ദേഷ്യം വന്ന കിം അവനെ ആ ഒരു കത്തി കൊണ്ട് കുത്തുന്നത്. അതുപോലെ തന്റെ ഗേൾ ഫ്രണ്ടിനെ പറ്റി ഇങ്ങനെയെല്ലാം പറഞ്ഞതുകൊണ്ട് തന്നെ കിമ്മിന്റെ ആ ഒരു ദേഷ്യം ഒരിക്കലും അടങ്ങിയിട്ടില്ല. അതുകൊണ്ടാണ് ബാക്കിയുള്ള 2 പേരെയും കൊല്ലാനായിട്ടും അവൻ തീരുമാനിക്കുന്നത്. അതേപോലെ തന്നെ 2 സുഹൃത്തുക്കളെ അവൻ കൊല്ലുകയും ചെയ്യുന്നു. അങ്ങനെ അടുത്ത ദിവസം തന്നെ ആ ഒരു ഹോട്ടൽ റൂമിൽ നടന്ന കൊലപാതകം അതിനെപ്പറ്റി TV ന്യൂസിൽ കാണിക്കുമ്പോഴത്തേക്കും കിമ്മിന്റെ അച്ഛൻ ഇപ്പോഴും തന്റെ മകനാണോന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. പക്ഷേ ഹോട്ടലിലെ CCTV ക്യാമറയിൽ അവന്റെ മുഖം പതിഞ്ഞത് കാണിക്കുന്നുണ്ട്. അപ്പോഴാണ് ആ ഒരു അച്ഛന് നല്ലതുപോലെ വിഷമിക്കുന്നത്. അതേസമയം ഇവിടെ ഷിന്നിനെ കാണിക്കുമ്പോൾ ഷിന്നും ഇതേ കാര്യം കണ്ടിട്ട് ഷോക്ക് ആവുന്നു. പെട്ടെന്ന് നമ്മുടെ ഹീറോയ്ക്ക് ഒരു മെസ്സേജ് അയക്കുന്നുണ്ട്. ഓർഗൻ ഡോണറിന്റെ പേഴ്സണാലിറ്റി ഓർഗൻ റിസീവ് ചെയ്ത ആൾക്ക് കിട്ടോ ഇല്ലേ എന്ന് അവൾ സെർച്ച് ചെയ്ത് നോക്കിയിരുന്നല്ലോ. അപ്പോൾ ഈ ഒരു ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്ത പേഷ്യൻസിൽ 70% ആൾക്കാർക്കും അവരുടെ പേഴ്സണാലിറ്റി ചേഞ്ച് ആയിട്ടുള്ള കാര്യം ഇന്റർനെറ്റിലൂടെ അവൾ കണ്ടുപിടിക്കും. അതിനുവേണ്ടിയിട്ടുള്ള ഒരുപാട് തെളിവുകളും അതിൽ തന്നെയുണ്ട്. തോക്ക് വെച്ച് ഷൂട്ട് ചെയ്ത് സൂയിസൈഡ് ചെയ്യാനായിട്ട് ശ്രമിച്ച ഒരാളുടെ ഹാർട്ട് വേറൊരാൾക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്തതിന് ശേഷം 10 വർഷങ്ങൾ കഴിഞ്ഞ് അത് സ്വീകരിച്ച ആ ഒരാളുണ്ടല്ലോ അയാളും തോക്ക് ഉപയോഗിച്ച് ഷൂട്ട് ചെയ്ത് മരിക്കുമായിരുന്നു. വെജിറ്റേറിയൻ ആയിട്ടിരുന്ന ഒരാൾ ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്തതിന് ശേഷം നോൺ വെജ് ആയിട്ട് മാറി. അയാളുടെ ഡയറ്റിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നു. അപ്പോൾ ചില മെമ്മറീസ് നമ്മുടെ ബ്രെയിനിന് മാത്രമല്ല ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും സ്റ്റോർ ആയിട്ടുണ്ടാവും, അതും സെല്ലുകളിലെ. അതുകൊണ്ടായിരിക്കാം ഈ ഒരു പേഴ്സണാലിറ്റി ചേഞ്ച് ആവുന്നത് എന്നും ഒരു തിയറി ഉണ്ട്. അപ്പോൾ ഇതെല്ലാം സത്യമാണോ എന്ന് ഹീറോ ഷിന്നിനെ വിളിച്ച് ചോദിക്കുമ്പോഴത്തേക്കും ഷിൻ പറയും, ഓർഗൻ ഡോണറിന്റെ ഫാമിലിയെ ആ ഒരു ഓർഗൻ സ്വീകരിച്ച ആളുണ്ടല്ലോ അയാൾ കണ്ട് സംസാരിച്ചു കഴിഞ്ഞാലോ അവരുമായിട്ട് എന്തെങ്കിലും സഹകരണം ഉണ്ടായാലോ ഇതുപോലെ പേഴ്സണാലിറ്റി ചേഞ്ച് ആവാനായിട്ട് സാധ്യതയുണ്ട്. കാരണം ബ്രെയിനിന്റെ മെമ്മറിക്കും സെല്ലുകളുടെ മെമ്മറിക്കും ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അതിലൂടെയാണ് ഇവരുടെ പേഴ്സണാലിറ്റി പെട്ടെന്ന് മാറുന്നത്. അതുകൊണ്ടാണ് ഒരിക്കലും ഡോണറിനെയും പേഷ്യന്റിനെയും ഞങ്ങൾ ഒരിക്കലും പരസ്പരം കാണാൻ പോലും സമ്മതിക്കാത്തത് എന്ന് ഷിൻ പറയും. ഒരുപക്ഷേ ഓർഗൻ കൊടുത്ത കോങ്ങിന്റെ അമ്മ കിമ്മിനെ കണ്ട് സംസാരിച്ചിരുന്നിരിക്കാം. അതുകൊണ്ടായിരിക്കാം കിമ്മിന് ഇതുപോലൊരു മാറ്റം വന്നിട്ടുള്ളത്. ആ രീതിയിൽ കോങ്ങിന്റെ ആ ഒരു പേഴ്സണാലിറ്റി പതിയെ കിമ്മിന് വന്നിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അവൻ ഇങ്ങനെ വയലന്റ് ആയിട്ട് പെരുമാറുന്നത് എന്നെല്ലാം ഷിന്ന് പറയുമ്പോഴത്തേക്കും ഹീറോയ്ക്ക് അതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇതുപോലെയൊക്കെ സംഭവിക്കോ എന്ന് പറയുമ്പോൾ ഷിൻ പറഞ്ഞത് കറക്റ്റ് തന്നെയാണ്. കിമ്മിന് ആ ഒരു ഹൃദയം മാറ്റിവെച്ചതിന് ശേഷം കോങ്ങിന്റെ അമ്മയുണ്ടല്ലോ അവര് കിമ്മിനെ ഫോളോ ചെയ്യാൻ തുടങ്ങി.
കാരണം ഒരമ്മയ്ക്ക് തന്റെ മകനോടുള്ള ആ ഒരു ഇഷ്ടം ഒരിക്കലും അവസാനിപ്പിക്കാൻ കഴിയത്തില്ല. അങ്ങനെയാണ് കിമ്മും കോങ്ങിന്റെ അമ്മയും തമ്മിൽ പരിചയപ്പെടുന്നതും ഇവർ തമ്മിൽ കൂടുതൽ അടുക്കുന്നതും. അതുകൊണ്ട് കോങ്ങിന്റെ അമ്മ സ്വന്തം മകനായിട്ട് തന്നെ കിമ്മിനെ കണ്ട് വീട്ടിലേക്ക് കൊണ്ടുവന്ന് അവന് ഫുഡ് കൊടുക്കുന്നു, അവനോട് സംസാരിക്കുന്നു. ഈ രീതിയിൽ ഇവർ രണ്ടുപേരും അമ്മയും മകനും എന്നുള്ള രീതിയിൽ അടുക്കുമ്പോഴത്തേക്കാണ് കിമ്മിന്റെ ആ ഒരു പേഴ്സണാലിറ്റി ഉണ്ടല്ലോ, അത് പതിയെ പതിയെ കോങ്ങിന്റെ പേഴ്സണാലിറ്റി ആയിട്ട് മാറുന്നത്. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് കിമ്മിനെ കാണിക്കുമ്പോൾ കിം ആ ഒരു ട്രീറ്റ്മെന്റ് എടുക്കാത്തത് കൊണ്ട് തന്നെ അവന് ശാരീരികമായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ട്. ഇപ്പൊ അവൻ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവന്റെ ഗേൾഫ്രണ്ടിനെ അവൻ ഒരുപാട് തവണ ഈ പബ്ലിക് ബൂത്തിൽ നിന്ന് വിളിച്ചിരുന്നു. പക്ഷെ അവൾ ഫോൺ എടുക്കാത്തത് കൊണ്ട് ആ ഒരു ടെൻഷൻ കാരണം കിം അവന്റെ കയ്യിലുള്ള ഫോൺ അങ്ങ് ഓൺ ആക്കും. എന്നിട്ട് അവൾക്കൊരു മെസ്സേജ് അയക്കും. പക്ഷേ ആ ഗേൾഫ്രണ്ടിന്റെ ഫോൺ ആണെങ്കിലോ നമ്മുടെ ഹീറോയുടെ കയ്യിലിരിക്കുകയാണ്. ഹീറോ ഇപ്പൊ തിരിച്ച് കിമ്മിന് ഒരു മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പൊ ഇതായിരുന്നു കിമ്മിനെ കണ്ടുപിടിക്കാനായിട്ട് ഹീറോ ഉദ്ദേശിക്കുന്ന ആ ഒരു പ്ലാൻ. അവന്റെ ഗേൾഫ്രണ്ടിന്റെ ഫോണ് വാങ്ങി വെക്കുക. അതിലൂടെ അവൾ ഫോൺ എടുക്കാതെ വരുമ്പോഴത്തേക്കും വേറെ വഴിയില്ലാതെ കിം എന്തായാലും തന്റെ ഫോൺ ഓൺ ആക്കും. ഇപ്പോൾ ഹീറോ അയച്ചേക്കുന്ന മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ, കിം, നിന്റെ പുതിയ ഹാർട്ട് ഒരിക്കലും നീ വേസ്റ്റ് ചെയ്യരുത്. നിനക്കിപ്പോൾ നല്ല ട്രീറ്റ്മെന്റിന്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് നീ എന്തായാലും സറണ്ടർ ആവണം. ഈ മെസ്സേജ് കണ്ട കിം ഉടനെ തന്നെ ഹീറോയെ വിളിച്ചിട്ട് പറയും, ഞാൻ എൻ്റെ ഹാർട്ട് ഒരിക്കലും വേസ്റ്റ് ആക്കുന്നില്ല. എൻ്റെ ജീവിതത്തിലേക്ക് നിങ്ങൾ വന്ന് കയറരുത്. എനിക്കിനി ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ തന്നെ വന്ന് പിടിതരാം എന്ന് പറഞ്ഞ ആ ഒരു ഫോൺ എടുത്ത് കിം വെളിയിലേക്ക് എറിയുന്നു. അപ്പോൾ എല്ലാം കഴിഞ്ഞതിന് ശേഷം അവൻ വന്ന് പിടിതരാന്ന് പറയാൻ കാരണം എന്താണ്? അപ്പോൾ ഇനി അവൻ കൊല്ലാനായിട്ട് വേറെ ആരെങ്കിലും ബാക്കിയുണ്ടോ എന്ന് ഹീറോ ആലോചിച്ചിട്ട് ഇപ്പൊ അവൻ എറിഞ്ഞ ആ ഒരു ഫോൺ ഉണ്ടല്ലോ, അതിന്റെ ലൊക്കേഷൻ മനസ്സിലാക്കി ആ ഒരു ഫോൺ വന്ന് ഇവർ കണ്ടുപിടിക്കും. സത്യത്തിൽ ആ ഒരു ഫോൺ വേറൊരു സ്റ്റേഷനിലുള്ളവരാണ് എടുത്തു വെക്കുന്നത്. അത് സംശയിക്കുന്ന ഒരാളുടെ ഫോണാണെന്ന് പറഞ്ഞിട്ടാണ് ഇവർ രണ്ടുപേരും വന്ന് വാങ്ങിക്കുന്നത്. അപ്പോൾ അതെന്തായാലും കിമ്മിന്റെ ഫോൺ തന്നെയാണ്. ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് കിം എവിടേക്കായിരിക്കും പോയിരിക്കുന്നത് എന്ന് ഇവർ രണ്ടുപേരും ചിന്തിക്കുമ്പോൾ ഹീറോ ഇപ്പോഴാണ് കണ്ടുപിടിക്കുന്നത്, അതെ, ആ ഒരു ആദ്യത്തെ ഫ്രണ്ടില്ലേ, അവൻ ഇപ്പോഴും മരിച്ചിട്ടില്ല, ഹോസ്പിറ്റലിൽ കിടക്കാണ്, അവനെ കൊല്ലാനായിരിക്കും കിം പോയിട്ടുള്ളത് എന്ന് പറയുന്നതും ഹീറോ ഗസ് ചെയ്ത് കറക്റ്റ് തന്നെയാണ്. കിം നേരെ പോകുന്നത് ഹോസ്പിറ്റലിലുള്ള അവന്റെ ആ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി. എന്നിട്ട് അവിടെ കാവലിനുള്ള വേറൊരു പോലീസുകാരനെ കിം ഇടിച്ചിടുന്നതും കറക്റ്റ് സമയത്ത് ഹീറോയും ജോയും രണ്ടുപേരും അവിടേക്ക് വരും. അപ്പോൾ ഇവരെ രണ്ടുപേരെ കാണുന്നതും കിം ആ ഹോസ്പിറ്റലിൽ നിന്നും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. രണ്ടുപേരും പുറകെ തന്നെ പോകുന്നുണ്ട്. പക്ഷേ രണ്ടുപേർക്ക് കിമ്മിനെ വീണ്ടും പിടിക്കാൻ കഴിയുന്നില്ല. ഇപ്പൊ അത് കഴിഞ്ഞ അടുത്ത സീനിൽ കിം നേരെ അവന്റെ ഗേൾഫ്രണ്ടിനെ കാണാൻ പോവാണ്. എന്നിട്ട് അവർ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് അത് കഴിഞ്ഞ് അവൻ അവന്റെ അച്ഛനെ വിളിക്കുന്നു. അപ്പൊ ആ അച്ഛൻ പറയും, മോനെ നീ എവിടെ ഉണ്ടെങ്കിലും സേഫ് ആയിട്ടിരിക്കണം, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ കിം പറയും, അച്ഛൻ ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഞാൻ ഓക്കെ ആയിരിക്കും എന്ന് പറയുമ്പോൾ അവന്റെ അച്ഛൻ ഇപ്പോഴും കിമ്മിനെ വിശ്വസിക്കുന്നുണ്ട്. കാരണം അത്രയധികം സ്നേഹമാണ് ആ ഒരു അച്ഛന്. ഇപ്പോൾ കിം പറയും, അവരെന്റെ ഗേൾഫ്രണ്ടിനെ പറ്റിയാണ് മോശമായിട്ട് സംസാരിച്ചത്, അതുകൊണ്ട് അവരെ ആരെയും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. അതേപോലെ തന്നെ പോലീസിലും സറണ്ടർ ആവാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് കിം കോൾ അങ്ങ് കട്ട് ചെയ്യുന്നു. അതേസമയം നമ്മുടെ ഹീറോയെ കാണിക്കുമ്പോൾ ഹീറോ കിമ്മിന്റെ അച്ഛന്റെ വീടിനടുത്തായിട്ട് തന്നെ തന്റെ കാറിൽ എഴുന്നിട്ട് ഇവർ രണ്ടുപേരും ഫോണിൽ സംസാരിക്കുന്ന ആ ഒരു കാര്യം ഹീറോയിൻ ട്രാക്ക് ചെയ്ത് കേൾക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് കിം സംസാരിച്ച ആ ഒരു പബ്ലിക് ടെലിഫോൺ ഉണ്ടല്ലോ, അതിന്റെ സ്ഥലം ട്രാക്ക് ചെയ്തിട്ട് അവിടേക്ക് ചെന്ന് നോക്കുമ്പോൾ കിമ്മിനെ കണ്ടുപിടിക്കാൻ കഴിയത്തില്ല. ഇപ്പോൾ കിമ്മിനെ കാണിക്കുമ്പോൾ കിം ബസ്സിലെ എവിടേക്കോ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും അവന്റെ ആ ഒരു പുതിയ ഹാർട്ട് ഉണ്ടല്ലോ, അതൊരിക്കലും അവന്റെ ശരീരത്തെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ അവന് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവർ രണ്ടുപേരും ഇടയ്ക്കിടയ്ക്ക് ഈ മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഹീറോയെ കാണിക്കുമ്പോൾ ഹീറോ വണ്ടിയെടുത്ത് നേരെ വരുന്നത് കോങ്ങിന്റെ വീട്ടിലേക്ക്. അവിടെ വന്ന് നോക്കുമ്പോഴത്തേക്കാണ് ആ ഒരു വീടിനകത്ത് ഒരു മൂലക്കിരുന്ന് കിം കരയുന്നു. ഇപ്പോൾ ഹീറോയെ കാണുമ്പോൾ ഹീറോയ്ക്ക് മനസ്സിലായി കിമ്മിന് എന്തായാലും ട്രീറ്റ്മെന്റ് ആവശ്യമാണെന്നുള്ള കാര്യം. അതിനു വേണ്ടിയിട്ട് കിമ്മിന്റെ അടുത്തേക്ക് നടന്നു ചെല്ലുമ്പോൾ കിം ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. ഇപ്പൊ കാണിക്കുമ്പോൾ രണ്ടുപേരും കോങ്ങും നമ്മുടെ ഹീറോ ആയിട്ട് ഫൈറ്റ് ചെയ്ത അതേ സ്ഥലമുണ്ടല്ലോ, അവിടെ തന്നെ കിടന്നിട്ട് രണ്ടുപേരും ഫൈറ്റ് ചെയ്യാണ്. ഇപ്പോൾ കിമ്മിനെ അടിച്ചിട്ടിട്ട് ഹീറോ പറയുന്നുണ്ട്, കോങ്ങിന്റെ ഹാർട്ടാണ് നിനക്ക് വെച്ചിട്ടുള്ളത്, അതുകൊണ്ട് നിനക്കിപ്പോൾ ട്രീറ്റ്മെന്റിന്റെ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് കോങ്ങിന്റെ അമ്മ എപ്പോഴും നിന്റോടൊപ്പം തന്നെ സ്വന്തം മകനായിട്ട് നിന്നെ കണ്ട് നിന്നെ അവർ സ്നേഹിക്കുന്നത്. ഇപ്പോൾ നീ ഈ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ചെയ്യുന്നെന്ന് അറിഞ്ഞു കഴിഞ്ഞാല് ആ അമ്മയ്ക്ക് എങ്ങനെ ഉണ്ടാവും? അതുകൊണ്ട് നീ മനസ്സിലാക്കാൻ പറയുമ്പോൾ കിം ആണെങ്കിലോ അതൊന്നും മനസ്സിലാക്കുന്നില്ല. അവൻ ഇപ്പോഴും തിരിച്ചിടിക്കാൻ നിൽക്കാണ്. അപ്പോൾ ഹീറോ പറയും, നിനക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്തത് കിമ്മിന്റെ ഹാർട്ടാണ്, പക്ഷെ അത് നിന്റേതാക്കി മാറ്റേണ്ടത് നിന്റെ ചുമതലയാണ്. ഇപ്പൊ കിമ്മിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഗേൾഫ്രണ്ടിനെ പറ്റി മോശമായിട്ട് സംസാരിച്ചവർക്ക് ഒരു ചെറിയ ശിക്ഷ കൊടുക്കണം, അത്ര മാത്രമേ കിം ചിന്തിച്ചിട്ടുള്ളൂ. പക്ഷെ അവരെ കൊല്ലണമെന്നുള്ള ആ ഒരു തോട്ട് വരാൻ കാരണം കോങ്ങിന്റെ ആ ഒരു ഹാർട്ട് വെച്ചതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് കിമ്മിന്റെ ഇമോഷൻസ് അത് കൺട്രോളിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഹീറോ ഈ രീതിയിൽ അവനോട് സംസാരിക്കുന്നത്. ഇത് മനസ്സിലാക്കിയത് കിം ആണെങ്കിലോ ഹീറോയോട് വീണ്ടും ഫൈറ്റ് ചെയ്യുന്നു. അങ്ങനെ കിം ഇപ്പോൾ ഹീറോയെ അടിച്ച് താഴേക്കിട്ട് അവന്റെ ബോധം പോകുന്നതും ഹീറോ വന്നിട്ട് കിമ്മിന് CPR എല്ലാം കൊടുക്കുന്നുണ്ട്. അതുപോലെ അവനെ രക്ഷപ്പെടുത്താൻ വേണ്ടി പെട്ടെന്ന് കിമ്മിനെ നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു. അവനിപ്പോ ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ നടക്കാണ്. അപ്പൊ ഇതേ കാര്യം കിമ്മിന്റെ അച്ഛനോട് പറഞ്ഞിട്ട് കിമ്മിന്റെ അച്ഛനെയും കൂട്ടി തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് ഹീറോ കൊണ്ടുവരുമ്പോൾ ഇവിടെയാണ് കിമ്മിന്റെ അച്ഛൻ ഹീറോയോട് ചില കാര്യങ്ങൾ പറയുന്നത്. കിമ്മിന് പുതിയ ഹാർട്ട് വെച്ചതിന് ശേഷം അവന് നല്ലതുപോലെ ഓടാൻ കഴിഞ്ഞു. അത് കാരണം എനിക്ക് നല്ല സന്തോഷം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ അവന്റെ സ്വഭാവത്തിൽ മാറ്റം വന്നതും ഞാൻ ശ്രദ്ധിച്ചു. സീ ഫുഡ് ഇഷ്ടമല്ലാത്ത കിം സീ ഫുഡ് ഇഷ്ടപ്പെട്ട് കഴിക്കുന്നു. അവന്റെ ദേഷ്യത്തിൽ മാറ്റം വരുന്നു. ഇതെല്ലാം എനിക്കും അറിയാമായിരുന്നു. അതിനെപ്പറ്റി ഡോക്ടറിനോട് ചോദിച്ചപ്പോൾ
അത് സാധാരണ സംഭവിക്കുന്ന കാര്യങ്ങളാണ്, അത് പതിയെ പതിയെ ഓക്കെ ആവുമെന്നാണ് അവരെന്നോട് പറഞ്ഞത്. പിന്നീടാണ് ഓൺലൈനിൽ സെർച്ച് ചെയ്തിട്ട് ആ ഡോണറിന്റെ പേഴ്സണാലിറ്റിയാണ് കിമ്മിന് വന്നതെന്ന് ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ട് ആ ഒരു ഓർഗൻ ഡോണർ അത് ആരാണെന്ന് കണ്ടുപിടിക്കാൻ ഞാൻ ശ്രമിച്ചിരുന്നു. പക്ഷെ എന്തോ ഒരു പേടി കാരണം ഞാൻ അതിന്റെ പിറകെ പോയില്ല. ഇങ്ങനെ അയാൾ പല കാര്യങ്ങളും ഹീറോയോട് പറയുന്നതും ഇപ്പൊ അവസാനം ഹീറോ, കിമ്മിന്റെ അച്ഛൻ, ഗേൾഫ്രണ്ട് ഷിൻ, ജോ ഇവരെല്ലാവരും ഹോസ്പിറ്റലിൽ നിൽക്കാണ്. അത് കിമ്മിന് ജീവൻ തിരിച്ചു കിട്ടണമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ എത്ര പ്രാർത്ഥിച്ചിട്ടും ഒരു കാര്യമില്ല, കിമ്മ് ഇവിടെ വെച്ച് മരിക്കുകയാണ് ചെയ്യുന്നത്. എന്തായാലും കറക്റ്റായിട്ടുള്ള സമയത്ത് അവന് ട്രീറ്റ്മെന്റ് കിട്ടിയിരുന്നെങ്കിൽ അവൻ ഇപ്പോഴും ജീവിക്കാൻ ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷെ അവന്റെ മാറ്റം അതാണ് അവനെ ഇല്ലാണ്ടാക്കിയത്. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് കോങ് എന്ന് പറഞ്ഞ അവനുണ്ടല്ലോ, അവന്റെ അമ്മയും മരണപ്പെടുന്നു. ഇപ്പോ കോങ്ങിന്റെ ലെങ്സ് ഹീറോയ്ക്ക് വെക്കാൻ പറഞ്ഞതേ കോങ്ങിന്റെ അമ്മ തന്നെയാണ്. കാരണം കോങ്ങിനെ പിടിക്കാനായിട്ട് ഹീറോ എല്ലാ ദിവസവും കോങ്ങിന്റെ വീടിന്റെ വെളിയിൽ കാറിൽ വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പോഴെല്ലാം ഒരു അമ്മ ഹീറോയെ കാണുകയും ചെയ്യായിരുന്നു. അങ്ങനെ കണ്ടാണ് ഹീറോയോടും ഒരു ഇഷ്ടം തോന്നിയിട്ട് തന്റെ മകന്റെ ലെങ്സ് ഹീറോയ്ക്ക് വെക്കാൻ പറഞ്ഞത്. അതിലൂടെ തന്റെ മകനെ നമ്മുടെ ഹീറോയിലൂടെ തന്നെ അവർക്ക് കാണാൻ കഴിയുമല്ലോ. അതുമല്ല പല ദിവസവും ഹീറോയ്ക്ക് വേണ്ടിയിട്ട് കാറിന് മുകളിൽ ആഹാരം വെച്ചിട്ട് പോകുന്നു. ഇങ്ങനെ ഹീറോയെ കെയർ എടുത്ത് നോക്കുന്ന പല കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ടായിരുന്നു. അതുമല്ല കോങ് മരിച്ചതിന് ശേഷം ഹീറോയ്ക്ക് ആ ഒരു ട്രാൻസ്പ്ലാന്റ് നടന്നല്ലോ. അത് കഴിഞ്ഞിട്ടും കോങ്ങിന്റെ അമ്മ പല തവണയായിട്ട് ഹീറോയെ കാണാൻ വന്നിരുന്നു. ഹീറോയെ ഒളിഞ്ഞു നിന്ന് നോക്കുന്നത്, അവനോട് സംസാരിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷെ എന്തുകൊണ്ടോ ആ അമ്മയ്ക്ക് അത് കഴിഞ്ഞില്ല. പലതവണയും സ്റ്റേഷനിൽ വരെ ഹീറോയോട് സംസാരിക്കാൻ വേണ്ടി അവര് വന്നിരുന്നു. കാരണം തന്റെ മകന്റെ ലെങ്സ് ആണ് ഹീറോയ്ക്ക് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഹീറോയും അവർക്ക് തന്റെ മകനെ പോലെ തന്നെയാണ്. പക്ഷെ ആ ഒരു അമ്മയെ കൊണ്ട് ഒരിക്കലും അത് കഴിഞ്ഞില്ല. ഇപ്പൊ ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ഹീറോ സ്റ്റേഷനിലുള്ള ആ ഒരു CCTV ക്യാമറയിലൂടെ കാണുമ്പോഴത്തേക്കും ഹീറോയ്ക്കും പെട്ടെന്ന് ആ ഒരു അമ്മയെ കണ്ടിട്ട് കരച്ചിൽ വരുന്നു. കാരണം മരിക്കുന്നതിന് മുന്നേ ആ ഒരു അമ്മയോട് ഒരു തവണ പോലും അവന് സംസാരിക്കാൻ കഴിഞ്ഞില്ല. സംസാരിക്കാൻ അവസരം കിട്ടിയിട്ടും അതിന് കഴിഞ്ഞില്ല എന്നുള്ള ആ ഒരു വിഷമം കാരണം. അതോടെ ഈ മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പൊ എന്താന്ന് വെച്ചാൽ കിമ്മിനെ ആ ഒരു ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്തതിനു ശേഷം കോങ്ങിന്റെ ആ ഒരു പേഴ്സണാലിറ്റി കിമ്മിനെയും ട്രിഗർ ചെയ്യാൻ തുടങ്ങി. കിമ്മിലും മാറ്റങ്ങൾ കൊണ്ടുവന്നു. അത് ട്രിഗർ ആയിട്ടാണ് അവസാനം അവനൊരു കൊലയാളിയായിട്ട് മാറിയത്. ഇപ്പോൾ ഈ മൂവിയിൽ പറയുന്ന ഈ ഒരു ട്രാൻസ്പ്ലാന്റ് ചെയ്തതിന് ശേഷം ഒരാളുടെ പേഴ്സണാലിറ്റി മറ്റൊരാൾക്ക് വരുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഈ സിനിമയിലൂടെയാണ് ഞാൻ അത് അറിയുന്നത്. അതുകൊണ്ട് ഇത് സത്യമാണോ ഇല്ലയെന്ന് അറിയത്തില്ല. ഒരുപക്ഷെ സത്യമാണെന്നുണ്ടെങ്കിൽ അറിയാവുന്നവരെന്തായാലും കമന്റ് ചെയ്തേക്കാം. മറ്റുള്ളവരും കൂടി അറിയട്ടെ. ഞാൻ എന്തായാലും പിൻ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു നല്ല മൂവി ആയിട്ട് ഉടനെ തന്നെ വരാൻ. അതുവരെയും ബൈ.